ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മറ്റൂസ് ഗെയിമിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് നോ ഗൈസ് മിനി വേൾഡിൻ്റെ ഓർമ്മകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. മൈൻക്രാഫ്റ്റ് കയറുമ്പോൾ മിനി വേൾഡ് ആ ചിന്തയേ ഉള്ളൂ ഗൈസ്. 120ഓളം എപ്പിസോഡ് 180 എപ്പിസോഡോളം കണ്ട് ഞാൻ അതിനകത്ത് ചെയ്തതാണ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. എനിക്ക് അതിൽ നല്ല വിഷമമുണ്ട്. പിന്നെ ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. വേക്കപ്പ് എടുത്തതാണ്. മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡ് വേക്കപ്പ് എടുത്തു, പക്ഷെ അത് നടന്നില്ല. എന്താ നടക്കാത്തത് എനിക്കറിയാൻ മേല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ ഹാർഡ് കോർ എപ്പിസോഡുമായിട്ടാണ് വന്നേക്കുന്നത്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യാം ഗൈസ്. അപ്പോൾ മിനി വേൾഡിൻ്റെ കംബാക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ മിനി വേൾഡിൻ്റെ കംബാക്കായിട്ട് മിനി വേൾഡ് 2 ഇട്ടിട്ടുണ്ട്. 2 എന്ന് പറഞ്ഞാൽ സീരീസ് 2 എന്നുള്ളൊരു മൈൻഡിലാണ് 2 ഇട്ടത്. ഓക്കെ, അപ്പോൾ മിനി വേൾഡിൻ്റെ കംബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പരിപാടിയും ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഉടനെ ചെയ്യും. ഇപ്പം നമ്മൾ ഹാർഡ് കോർ എപ്പിസോഡായിട്ടാണ് വന്നത് കേട്ടോ. മൈൻക്രാഫ്റ്റിൽ തന്നെ അവരൊരു ട്യൂൺ തന്നിട്ടുള്ളതുകൊണ്ട് അടിപൊളിയാട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർഡ് കോർ എപ്പിസോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഹാർഡ് കോർ എപ്പിസോഡിന് എന്താണ് അടിക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് അടിക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ മീന് കൊടുത്തിട്ടുണ്ട്. എന്താ അടിക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഷോ കോർഡിനൻസ് കൊടുക്കാം, ഷോ ഡേയ്സ് പ്ലേഡ് കൊടുക്കാം, മൾട്ടിപ്ലെയർ ഇൻവൈറ്റ് പ്ലേയേഴ്സ് മാത്രം മതി. എന്ന് വെച്ചാൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ആ പ്ലേയേഴ്സിന് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവർ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ ഓക്കെ എന്ന് വെച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ലോഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ കളി കളിക്കാൻ പറ്റുള്ളൂ. റൂൾസ് കുറവാണ്. റൂൾസൊക്കെ ഇന്ന റൂൾസ് എന്ന് വെച്ചാൽ ഹാർഡ് കോറാണ്. അപ്പോൾ ആർട്ട് സൂക്ഷിക്കണം, അതുപോലെ കുറയാൻ പാടില്ല, അങ്ങനെയുള്ളൊരു കുറേ ഇതാണ് അവർ തന്നേക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ ഹാർഡ് കോർ എല്ലാവരും എൻ്റെ കളി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റിൽ തന്നെ നല്ലൊരു ട്യൂണുണ്ട് കേട്ടോ. നൈസ് ട്യൂണാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, പക്ഷേ എൻ്റെ ഈ മൈൻക്രാഫ്റ്റിന് എന്താ പ്രോബ്ലം എന്ന് അറിഞ്ഞൂടാ. ഞാൻ വൈഫൈ വിത്ത് മൊബൈൽ ഡാറ്റ കൊടുത്തിട്ടും ഒരു നൈറ്റിന് തന്നെയാണോ ഡേയ്സ് പോണേ. ഏതാണ്ട് അവിടെ സൂര്യൻ പൊങ്ങി വരുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ മരം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പ്രൂസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പ്രൂസായി. അപ്പോൾ പ്രൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് മരമാണ് ഗൈസ്. അപ്പോൾ പ്രൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൂസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം കേട്ടോ. ഈ മരം എന്ന് പറഞ്ഞാൽ കിണ്ണം മരമാണ് ഗൈസ്. കുറേ ഇതുണ്ടാവും, വുഡും കുറേ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡാർക്ക് കളർ, അതും രസം കേട്ടോ. ഡാർക്ക് വുഡിനെക്കാട്ടും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതിനോടാണ് താല്പര്യം ഗൈസ്. ഒരു ഇതിൻ്റെ സാപ്ലിങ്ങും കൂടെ കിട്ടി, അതും കൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് പോവായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയതിന് ശേഷം ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുക, പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു ആക്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിക്കാക്സ് ഉണ്ടാക്കുക. പിക്കാക്സ് ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഒരു ആട് നിൽക്കുന്നുണ്ട്. ആടിന് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ കോളരേ. ഓക്കെ, കോൾ എടുക്കാം. കോള് ഇത് വെച്ചെടുക്കുന്നതിനെക്കാട്ടും സുഖം സാധാരണ എടുക്കുന്നതായിരുന്നു. ബട്ട് നമുക്കിപ്പോൾ കോളും ഇച്ചിരി അർജൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വുഡൻ പിക്കാക്സിൽ നിന്ന് നേരെ നമ്മൾ സ്റ്റോൺ ആൻഡ് പിക്കാക്സിലേക്ക് മാറുകയാണ്. സ്റ്റോണിൻ്റെ ഫുൾ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. സ്റ്റോൺ ടൂൾസ് ആക്കാം കേട്ടോ മൊത്തം. ഓക്കെ, കുറേ കോളുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കോളിന് ക്ഷാമമില്ല കേട്ടോ ഗൈസ്. എനിക്ക് വില്ലേജ് കിട്ടുമെന്ന് കേട്ടോ ഡൗട്ട്. നമുക്ക് വില്ലേജ് കിട്ടണം. ഞാനിതിപ്പോൾ സ്പീഡ് റൺ പോലെ കളിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹാർഡ് കോർ സ്പീഡ് റണ്ണിനൊക്കെ കളിക്കാനാണ് കൂടുതൽ ഹാർഡ് കോറൊക്കെ ചിലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പീഡ് റണ്ണും അങ്ങനെ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് കുറേ ഉണ്ട്. അപ്പോൾ യെസ്, എല്ലാവരും സബ് ചെയ്ത് കൂടിക്കോളാം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉഷാറാവും ഗൈസ്. യെസ്, ഉഷാറാവും ഗൈസ്. അപ്പോൾ കൂടെ ഓക്കെ, മൈൻക്രാഫ്റ്റിലത്തെ ട്യൂൺ കൊള്ളാം. ഈ ട്യൂണിൻ്റെ ഒച്ച ഇച്ചിരി കുറയ്ക്കണം തോന്നുന്നില്ലേ? മൈൻക്രാഫ്റ്റിലത്തെ ട്യൂണ് ഒച്ച ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നില്ലേ ഗൈസ്? യെസ്, ട്യൂണിൻ്റെ ഒച്ച ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കണം. ഇപ്പോൾ ഞാൻ ട്യൂണിൻ്റെ കാര്യം കൂടെ പറഞ്ഞതുകൊണ്ട് ഇനി അത് കോപ്പിറൈറ്റ് ആവുമെന്നാണ് കേട്ടോ ഗൈസിൻ്റെ പേടി. ചിലത് അങ്ങനെയുണ്ട്, നമ്മൾ ട്യൂണിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു കോപ്പിറൈറ്റ് വരുത്തും. അതുകൊണ്ട് കോപ്പിറൈറ്റ് വന്നാൽ
ഒന്നും പറയാനല്ല ഗൈസ്, അത്രേ ഉള്ളൂ. പകുതി പേർക്ക് വീഡിയോസ് കാണാം, പകുതി പേർക്ക് വീഡിയോസ് കാണാൻ പറ്റില്ല, അത്രേ ഉള്ളൂ ഗൈസ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു ദിവസം പോലും നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. ഒരു ദിവസം കീപ്പ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സമീകരണമെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്കൊരു ബെഡ് മതി കേട്ടോ. ഒരു ദിവസം കീപ്പ് ചെയ്യാനായിട്ട് ബെഡ് മാത്രം മതി. അപ്പോൾ ഒരു ദിവസം സ്കിപ്പ് ചെയ്യാൻ കഴിയും. സ്കിപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മളൊരു സ്റ്റോൺ പിക്കാക്സിലേക്ക് മാറിയിട്ടുണ്ട്. സ്റ്റോൺ ആക്സ്, സോഡ്, ഒരു ഷവലിൻ്റെ ആവശ്യം കൂടെ വരുമായിരിക്കും. ഷവലും എടുത്തേക്കാം. ഓക്കെ, നൈസ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മളിപ്പോൾ ഓൾറെഡി ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ 19. നൈസ്. ഓക്കെ, അപ്പോൾ ഒരു 4 ടോർച്ച് ഉണ്ടാക്കി വെച്ചേക്കാം. ഒരു ഫർണസ് ഉണ്ടാക്കിയേക്കാം. പിന്നെ 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 വേറെ ഇപ്പോൾ ഒന്നും വേണ്ട ടേസ്റ്റ്. ഓക്കെ, ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇവനെടുത്തിട്ട് ഒരു സാപ്ലിങ് പോലും കിട്ടിയില്ലല്ലോ ഡേ. ഒരു സാപ്ലിങ്ങെങ്കിലും കിട്ടണ്ടേ അല്ലേ? ഓക്കെ, ഒരു സാപ്ലിങ് കിട്ടി, അത് മതി, ധാരാളം. അതൊക്കെ ധാരാളമാണ് ഗെയ്സ്. ഓക്കെ, നമ്മൾ ഒരെണ്ണത്തിന് വേണ്ടിയാണ് നിന്നത്. ഇത്രയാണ് ഇടാ. ഇപ്പോൾ ഇവിടെ ആടിനെ ഞാൻ കണ്ടാണല്ലോ ഗെയ്സ്. ഗെയ്സ്, അത് പംകിനാന്ന് തോന്നുന്നു കേട്ടോ. യെസ്, അത് പംകിനാണ്. ഈ പംകിൻ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് സൂചന നമുക്ക് തരുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് അങ്ങോട്ടേക്കാണോ അതോ അങ്ങോട്ടേക്കാണോ അതോ അങ്ങോട്ടേക്കാണോ അതോ ഇങ്ങോട്ടേക്കാണോ? യെസ്, ഇവിടേക്കൊന്ന് ഫസ്റ്റ് പോയി നോക്കാം. എല്ലാവരും നമ്മൾ ട്രൈ അടിക്കണമല്ലോ ഗൈസ്. ട്യൂണൊക്കെ നിന്നാറേ. നോ ഗൈസ്, ഇവിടേക്ക് ഞാൻ അധികം ഒന്നും കാണുന്നില്ല ഗൈസ്. എനിക്ക് എന്നാലും ഫുൾ സൂമിലാട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് ഫുൾ സൂം അല്ലെങ്കിലും സൂമിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ വേറെ ഇതാക്കാൻ നിൽക്കാത്ത കേട്ടോ. ഓക്കെ, ഗൈസ്, ഇതാ മറ്റേ ഡോഗല്ലേ? നൈസ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് വില്ലേജ് ഉണ്ട് തോന്നുന്നില്ല ഗൈസ്. ഇങ്ങനത്തെ ഒരു പോക്കായതുകൊണ്ട് ഇവിടേക്ക് വില്ലേജ് ഉണ്ടാകാൻ ചാൻസ് വളരെ 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 കുറവാണ്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ വില്ലേജ് ഇല്ല. ഓക്കെ, വില്ലേജ് കിട്ടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയാനും പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരു 3 ആടിനെങ്കിലും കിട്ടണം. നമുക്ക് ഒരു വൺ ഡേ സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ആടിനെങ്കിലും കിട്ടണം ഗൈസ്. ഒരാടല്ല, 3 ആടിനെ കിട്ടണം. ഊളിട്ടിയാൽ മതി, 3 ഊള് കിട്ടിയാൽ മതി. ഒരാടിന് 2 ഊളൊക്കെ ആദ്യം കിട്ടുമായിരുന്നു ഗൈസ്. ഇപ്പോൾ ഭയങ്കര കുറവാണ്. ആദ്യം ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആടിന് 2 ഊളൊക്കെ വെച്ച് കിട്ടുമായിരുന്നു. ഇപ്പം ഇനി ഞാൻ തല്ലിക്കൊല്ലുന്ന എല്ലാത്തിനും 1 ഊള് വെച്ച് ഉണ്ടാവുള്ളൂ ഗൈസ്. എന്താ അറിയില്ല. ഇതിപ്പോൾ ഞാൻ എത്ര ദൂരം നടക്കണേ ഫുഡിനുള്ള. ഇവിടെ ഒന്നും ഒരു മൃഗം പോലും ഇല്ലേ? ഒരു ആടിനെ കണ്ടിട്ടാണെങ്കിൽ ആടാണെങ്കിൽ ഇപ്പോൾ ആ ആടിനും കാണുന്നില്ല. അവസ്ഥയാണല്ലോ ഗൈസ് എൻ്റെ. ഗൈസ്, പ്രൂസ് വില്ലേജ് കിട്ടിയ അടിപൊളിയായിരുന്നു കേട്ടോ. പ്രൂസിൻ്റെ വില്ലേജ് അടിപൊളി. ഓക്കെ, നൈസ്. നമ്മൾ പന്നീനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു പന്നിയും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം കാണുന്ന പന്നീനൊക്കെ അടിച്ചില്ല. പന്നീനെ മാത്രമല്ല, എല്ലാത്തിനും ഗൈസ്. എടാ, എങ്ങോട്ടോ ഓടുന്നു ഗൈസ്? അവിടെ എന്തുവാ? ഈശ്വര നീ കണ്ണടച്ച് പിടിച്ചോ. നീ കാണാൻ പാടാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടില്ലല്ലോ? അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളൊക്കെ അത്രേ ഉള്ളൂ. അവനെ കണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ഫുഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ പണി കിട്ടും ഗൈസ്. നമുക്ക് ഇച്ചിരി പംകിൻ എടുത്തേക്കാം.
പംകിൻ ഫാർമൊന്നും നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കില്ല, ഇത് ഹാർഡ് കോർ അല്ലേ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനേ നോക്കുള്ളൂ. ചിലപ്പോൾ പംകിൻ്റെ ആവശ്യം ചിലപ്പോൾ വരും ഗൈസ്. ഒരാടിനെ കിട്ടിയിട്ടുണ്ട്, സോറി മാറിപ്പോയി, എടുത്ത ടൂള് മാറിപ്പോയതാണ് അണ്ണ, സോറി. ഓക്കെ, ഒരു ഊള് കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണം ഗൈസ് 3 ഊള്. ഇത് ഒരു 3 ചെടിയും കൂടെ പറിച്ചേക്കട്ടോ. 3 ചെടിയുണ്ട്. എന്തിനാ വെച്ചാൽ നമുക്ക് ആവശ്യം വരും ഗൈസ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വില്ലേജ് ഇല്ല എന്നാണ് എനിക്ക് ഉറപ്പ് ഗൈസ്. ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അപ്ഡേറ്റ് ചെയ്യാം, അതാണ് നല്ലത്. എൻ്റെ പൊന്നു ഗൈസ്, ചത്തില്ല എന്നുള്ളൂ കേട്ടോ, ചത്തില്ല ഉള്ളൂ ഗൈസ്. പരമാവധി പൊക്കത്തേക്ക് പോവാണ് എന്നുവെച്ചാൽ സോംബികൾക്ക് നമ്മുടെ എന്നിട്ടും അത് സ്പോട്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടെ. സോംബിൻ്റെ ഒക്കെ ഒരു കഴിവേ. ഓക്കെ, നമ്മൾ പരമാവധി പൊക്കത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കീപ്പർ തുടങ്ങി, സ്കെൽട്ടൺ തുടങ്ങി എല്ലാവിധ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് നിന്നിട്ട് ഞാൻ അല്ലറ പല്ലറ പരിപാടിയൊക്കെ ചെയ്യാണ്. കൊണ്ടുവന്ന എല്ലാത്തിനെയും വെട്ടി നുറുക്കിയതിനെ എല്ലാത്തിൻ്റെയും വേവിക്കുക. വേവിച്ചതിന് ശേഷം തിങ്ങുക, അത്രേ ഉള്ളൂ ഗൈസ്, വേറൊന്നുമില്ല. എനിക്കാണെങ്കിൽ 2 ഊളാകപ്പാടെ കിട്ടിയുള്ളൂ ഗൈസ്, 2 ഊളാകപ്പാടെ കിട്ടിയുള്ളൂ. അതാണിപ്പോൾ വിഷയമായി കിടക്കുന്നത്. അല്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോട്ടായിരുന്നു. കോളുള്ളപ്പോൾ ഞാൻ തന്നെ പേടിക്കുന്നത്. ഫുള്ള് എനിമീസാട്ടാ. ഈ എനിമീൻ്റെ ഒക്കെ നമ്മൾ മിനി വേൾഡ് അങ്ങനത്തെ വേൾഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ കാട്ടി ഓടായിരുന്നു, തല്ലും മേടിച്ച് ഓടായിരുന്നു. ഇത് തല്ലും മേടിച്ച് ഓടലും നടക്കില്ല ഗൈസ്, ഹാർഡ് കോർ ആയതുകൊണ്ട് തല്ലും മേടിച്ച് ഓടലും നടക്കില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് വന്നായിരുന്നു. ഈ ഐലൻഡും കഴിഞ്ഞ് ഇനി അടുത്ത ഐലൻഡിലേക്ക് പോകേണ്ടി വരും കേട്ടോ. നമ്മുടെ വില്ലേജൊന്നും കാണുന്നില്ല ഗൈസ്, മാക്സിമത്തിലാണ് കിടക്കുന്നത്, എന്നിട്ടും വില്ലേജൊന്നും ഞാൻ കാണുന്നില്ല ഗൈസ്. അത് പംകിനാണോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. ഒരു ഓറഞ്ച് പോലെയാണ് എനിക്ക് തോന്നുന്നത്, അപ്പോൾ അത് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്താണെങ്കിൽ പോയത്, എന്താണെങ്കിലും അലഞ്ഞു വിരിഞ്ഞ് നടക്കല്ലേ, അങ്ങോട്ടും കൂടെ പോയി നോക്കണം. ഓക്കെ, അപ്പോൾ ഫുഡ് അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യത്തിനുള്ള. ഇതെന്താ നിൽക്കാൻ പറ്റാത്ത? ഓക്കെ ഓക്കെ, ഫുഡ് ആവുന്നുണ്ട് ഗൈസ്, നല്ല വിശപ്പുണ്ട്. ഓക്കെ, ഇനി ഹങ്കറി കുറയണം, എന്നിട്ട് വേണം എനിക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്, രാവിലെ ആവണമെങ്കിൽ. ഗൈസ് അവിടെ നിന്ന് പയ്യെ സൂര്യ ഉദിച്ച് വരുന്നുണ്ട്. ഞാൻ എൻ്റെ എല്ലാം വേവിച്ച് കഴിഞ്ഞു, ഇനിയൊന്നും വേവിക്കാനില്ലടേ. ഫുള്ള് ഉദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് പംകിൻ തന്നെയാട്ടാ, അത് ഞാൻ ഉറപ്പിച്ചു. എന്നാത്തിൻ്റെ സുഖേടിനാണ് ഇത് ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇവർക്കൊക്കെ വല്ല പണിക്കും പോക്കൂടെ? ഒന്നല്ല 2 കീപ്പർ കിഴപ്പ. ഗൈസ് ഞാൻ ഇവിടെ സ്പോട്ട് ചെയ്തത് പംകിൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പോട്ട് ചെയ്തത് പംകിൻ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവിടത്തേനെക്കാട്ട് കൂടുതൽ പംകിൻ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ സ്പോട്ട് ചെയ്ത സ്ഥലത്ത്. നമ്മൾ സ്പോണായ സ്ഥലത്ത് ഇതിനെക്കാട്ട് കൂടുതൽ പംകിൻ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് തന്നെയാണോ അവിടെ പോകണ്ടേ? ഐഡിയ ഇല്ലല്ലോ ഗൈസ്. ഇതാണെങ്കിൽ ഒരു വില്ലേജ് പോലും കാണുന്നില്ല, ഒരു ഐലൻഡ് പോലും ഇവിടെ ഇല്ലല്ലോ. അവിടെ എത്ര നേരം തപ്പേണ്ട വരുമോ എന്തോ. ഗൈസ് അപ്ഡേറ്റ് ചെയ്യാം. ഓ ഗൈസ്, അങ്ങനെ മൊത്തം ഒരു ആടിനും കൂടെ കിട്ടിയടേ. ഇനി നൈറ്റ് പേടിക്കാതെ യാത്രയാവും ഗൈസ്. ഈ പട്ടി ഒരു ബോൺ പോലും കിട്ടിയില്ലല്ലോ ഗൈസ്, ഒരു പട്ടീനെ. ഓക്കെ, ഒരു ബെഡായി, ഇപ്പോഴൊരു ആശ്വാസമായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ 2 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബെഡ്. ഡേ 2 നമ്മൾ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തോ പട്ടീനെ വിട്ടു പോകാൻ തോന്നില്ലടേ. അണ്ണോ ഇവിടെ വില്ലേജ് അങ്ങനെ ഉണ്ടായിരുന്നു. അണ്ണോ ചേട്ടാ, അണ്ണനോട് പറഞ്ഞ കേൾക്കില്ലല്ലേ.
കേൾക്കണ്ട. അയ്യടാ, എനിക്ക് വല്ല എനിക്ക് നിർബന്ധമൊന്നുമില്ല. അവനോട് സ്നേഹത്തോട് ചോദിച്ചപ്പോൾ അവൻ തല കയറും അല്ലേ. പോവാൻ പറ അവനോട്. ഇന്നൊന്നും നടപടിയാവുന്ന കാര്യമല്ല. ഇന്നൊന്നും കിട്ടും തോന്നില്ല ഗൈസ്. നമുക്ക് വില്ലേജ് കിട്ടിയില്ല, പക്ഷെ ട്രേഡർമാർ വന്നേക്കുന്നത്. ഈ ട്രേഡർമാരൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ വില്ലേജ് ഇവിടെ എവിടെയോ അടുത്തുണ്ടെന്നല്ലേ ഗൈസ് അർത്ഥം അല്ലേ? അങ്ങനെ കണ്ടല്ലേ? ഫുൾ ചവറാണല്ലോ, ഫുൾ ചവറാണല്ലോ ഗൈസ്. എനിക്ക് കണ്ടിട്ട് വലിയ ഉപകാരമൊന്നും തോന്നില്ല. അതുകൊണ്ട് അവിടെയാണ് ഡാർക്ക് വുഡൊക്കെ ഉള്ള. എപ്പത്തും എന്തോ ഗൈസ്. ഒമ്പോ ലാവ ഗൈസ്, ലാവ ലാവ ലാവ. ഒമ്പൊമ്പോയ് അമ്പമ്പോ. കള്ളല ഒളിച്ചിരിക്കുക. എടാ കള്ള കമ്പടി. ഞാൻ കില്ലറായി കഴിഞ്ഞു. ഓക്കടി വില്ലേജ് സിമ്പിൾ. ഇതൊക്കെ എന്ത് ഗെയ്സ്. അപ്പോൾ ഡേ 2 ആയപ്പോൾ നമ്മൾ വില്ലേജ് കണ്ടെത്തി. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. നിസ്സാരം ഐ മീൻ നിസ്സാരം ഗെയ്സ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വില്ലേജ് കണ്ടെത്തിണ്ട്. നൈസ്. ക്യാരറ്റ് ഉണ്ട്, അടിപൊളി. ക്യാരറ്റ് ഉണ്ട്, നൈസ്. വില്ലേജർ ഉണ്ട്, നൈസ്. വീറ്റ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, നൈസ്. നൈറ്റായി, നൈസ്. ബ്ലാക്ക് സ്മിത്ത് ഇല്ല ഗൈസ്. ബ്ലാക്ക് സ്മിത്തായി. അതിൻ്റെ പൊക്കത്തും കൂടെ ഒരെണ്ണമുണ്ട് ഗൈസ്. കയറി നോക്കാം. നൈറ്റ് ആക്കുന്നു, കിടന്നുറങ്ങിയേക്കാം. അതിൻ്റെ പൊക്കത്തും കൂടെ കയറി നോക്കണമെന്നുണ്ട്. ഇവിടെ ഒന്നും വലിയ സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ അവിടെ. അപ്പോൾ നമ്മൾ ഡേ 2 എപ്പോഴും വില്ലേജ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഹാർഡ് കോറിൽ വില്ലേജ് കണ്ടെത്തിയിട്ടുണ്ട്, നൈസ്. മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ല സാധനം. ഓക്കെ, ഞാൻ പൊക്കത്തേക്ക് എങ്ങനെ കയറുന്ന എനിക്കറിയാം. ഇതെന്ത് സോങ്ങടേ? അയ്യേ, ബ്ലാക്ക് സ്മിത്ത് ഇല്ല കേട്ടോ ഗൈസ്. ലൈബ്രറി ഉണ്ട് ഗൈസ്. ലൈബ്രറി അല്ലേ ഇത്? അല്ല, ഇത് ലൈബ്രറി അല്ല, മാറിപ്പോയി. ലൈബ്രറി അല്ലേ ഇത്? എനിക്ക് വീട് കിട്ടി ഗൈസ്. ഇപ്പം എൻ്റെ വീട് ഗൈസ് ഇതാണ് എൻ്റെ വീട് ഗൈസ്. തൊട്ട് നൈസ്. ബ്ലാക്ക് സ്മിത്ത് ഇല്ല ഗൈസ്. ബ്ലാക്ക് സ്മിത്ത് ഇല്ല. ഒന്നുമില്ല ഇവിടെ. ഇവിടെ ഏബേല് പോലും ഇല്ലേ? അയ്യേ, ഒരുമാതിരി പൊട്ട വില്ലേജ് കയറി വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അയ്യേ, 2 ബ്രെഡിനാണ് ഞാൻ ഇത്ര നേരം ഓടിയത്. കഷ്ടം. ഓക്കെ, ഇത് മൊത്തം എടുത്തേക്കാം. ഏകദേശം എന്താണെങ്കിലും നമ്മൾ 20 മിനിറ്റത്തെ വീഡിയോ ഒന്നും ഇടാറില്ല. പിന്നെ എടുത്തെന്തിനു വെച്ചാൽ നാളെ വൈഫൈ ഊറ്റാൻ ഗൈസ്. വൈഫൈ ഊറ്റാൻ പോണ്, അത്രേ ഉള്ളൂ. ആരെങ്കിലൊക്കെ വൈഫൈ കിട്ടും ഗൈസ്, പേടിക്കണ്ട. അപ്പോൾ നൈസ് ഏരിയ ആണ് ഗൈസ്. അപ്പോൾ ഏരിയാസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും എൻ്റെ എത്തുക, ഡ്രാഗൺ അടിക്കുക, അത്രയാണ് നമ്മുടെ ഇതിനകത്തത്തെ കോള്. വലിയ കോളുകളൊന്നും നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഗൈസ്. ഇതിൻ്റെ ഭംഗി നമ്മൾ കളയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് പൊട്ടിച്ചളയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് കളഞ്ഞിട്ട് ഇവിടെ ഒന്നും കൂടെ വെച്ചിട്ട് ഇതാക്കാം. അല്ല, ഒരെണ്ണം നമ്മുടെ കയ്യിലല്ലേ ഐസ് വേണ്ടേ? ഒരെണ്ണം നമ്മുടെ കൈ വേണം. യെസ്. അപ്പോൾ ഇതെടുത്തിട്ട് തിരിച്ച് അതേപടി പണ്ടത്തെ പടത്തിന് വെക്കാം. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. ക്രാഫ്റ്റിംഗ് ടേബിള് അതാ ഡിസൈനിങ് നാശം ഗൈസ്. അവിടെയും വെച്ചാൽ ശരിയാവില്ല.
ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചാൽ ശരിയാവില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കുന്ന ഫർണസ് എടുക്കുക. ഒരു ഫർണസ് ഇവിടെയും വെക്കുക. ഒരു ഫർണസും കൂടെ ഉണ്ടാക്കുക. ആ ഫർണസ് തന്നെ ഇവിടെയും വെക്കുക. ഓക്കെ, അപ്പോൾ അത് നൈസായി. ഇനി ഒരു ചെസ്റ്റും കൂടെ ഉണ്ടാക്കാം. ആ ചെസ്റ്റ് എടുത്ത് ഇവിടെ വെക്കുക. നൈസ് ബോയ്. ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട് ടേസ്. ഇതിപ്പോൾ എല്ലാം നമ്മളങ്ങ് അടുക്കി പറക്കി അങ്ങ് വെക്കുകയാണ്. നമുക്ക് ഇനി ആവശ്യം വരും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഫുഡൊക്കെ വേണമെങ്കിൽ ഇനി എടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഒരു നിലയുണ്ട് ഗൈസ്. ഒരു ചെറിയ നില സെറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ആലോചിക്കാം ഗൈസ്, സെറ്റ് ചെയ്യാം. നമുക്ക് പയ്യെ അതൊക്കെ നമുക്ക് ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പയ്യെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഫ്രണ്ട് പോർഷനൊക്കെ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.